ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ഉദയാസ്തമന പൂജ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് സുപ്രീം കോടതി. പൂജയുടെ പട്ടിക അതേപടി നിലനിർത്താൻ കോടതിയുടെ നിർദ്ദേശം. പൂജകൾ ദേവചൈതന്യം വർദ്ധിപ്പിക്കാനെന്ന കോടതി നിരീക്ഷണം. ഭക്തരുടെ അസൗകര്യമെന്ന ദേവസ്വം ബോർഡ് വാദം നിലനിൽക്കുമോ എന്നത് പരിശോധിക്കണം. തിരക്ക് മറികടക്കാൻ ദേവസ്വം ബോർഡ് മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം. ഹർജിയിൽ സുപ്രീം കോടതി ദേവസ്വം ഭരണസമിതിക്ക് നോട്ടീസ് അയച്ചു. ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരെയായിരുന്നു ഹർജി. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, ഈ ഉദയാസ്തമന പൂജ മാറ്റിയത് ഏകാദശി ദിവസമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു പരാമർശം ഉണ്ടാകുന്നത്, ഒരു നടപടി ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ദേവസ്വം ബോർഡിന് അയച്ച നോട്ടീസിൽ വ്യക്തമാക്കുന്നത് എന്താണ്? കോടതിയുടെ പരാമർശങ്ങൾ എന്തൊക്കെയായിരുന്നു? ജിഷ്ണുവിലേക്ക് വരാം. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ഉദയാസ്തമന പൂജ സംബന്ധിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചു. ഇന്ന് ഏകാദശി ദിവസമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ഭരണസമിതിക്ക് കോടതി നോട്ടീസ് അയച്ചു എന്ന് മാത്രമല്ല, ചില പരാമർശങ്ങൾ കോടതി നടത്തിയത് വളരെ ശ്രദ്ധേയമാണ്. ഉദയാസ്തമന പൂജ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നു എന്ന് സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞു. പൂജയുടെ പട്ടിക അതേപടി നിലനിർത്താൻ കോടതി നിർദ്ദേശവും നൽകി. പൂജകളെല്ലാം ദേവചൈതന്യം വർദ്ധിപ്പിക്കാൻ എന്ന കോടതി നിരീക്ഷിച്ചു. ജിഷ്ണു ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, ഈ ഭക്തരുടെ അസൗകര്യം എന്ന വാദമാണല്ലോ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചത്. ആ വാദം സംബന്ധിച്ചുള്ള ഒരു സംശയം അടക്കം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോടതി പരാമർശങ്ങൾ നടത്തിയത്. വിവരങ്ങൾ എന്താണ്? വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗുരുവായൂരിൽ വൃശ്ചികമാസ ഏകാദശിയിൽ, അതായത് ഇന്ന് നടക്കേണ്ടിയിരുന്ന ഉദയാസ്തമന പൂജ മാറ്റിയതുമായി ബന്ധപ്പെട്ട ഹർജിയാണ് സുപ്രീം കോടതിക്ക് മുൻപിലുണ്ടായിരുന്നത്. വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ നടപടികളെ വാക്കാൽ രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇന്ന് ഈ കേസിന്റെ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരള ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ വാദങ്ങൾ അംഗീകരിച്ചുവെങ്കിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ആഴത്തിൽ പരിശോധിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്, തന്ത്രി കുടുംബം നൽകിയിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്, നിലവിൽ ഗുരുവായൂരിൽ ഈ പൂജയിൽ മാറ്റം വരുത്തിയത്, ഉദയാസ്തമന പൂജയിൽ മാറ്റം വരുത്തിയത് ആചാര ലംഘനമാണ്. ഗുരുവായൂരിൽ അത്തരത്തിൽ പൂജകളിൽ മാറ്റം വരുത്തണമെങ്കിൽ അഷ്ടമംഗല്യ പ്രശ്നത്തിന് ശേഷമേ അത്തരത്തിലുള്ള മാറ്റം വരുത്താനാകൂ. അത് നടത്താതെയാണ് ഈ ഒരു പൂജ മാറ്റം ഉണ്ടായിട്ടുള്ളത്. അത് ആചാര ലംഘനമാണ്, അത് ദേവഹിതത്തിനെതിരാണ്, അത് ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇന്ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കവേ JK മഹേശ്വരി അധ്യക്ഷയായിട്ടുള്ള ബെഞ്ച് ചൂണ്ടിക്കാട്ടിയതും അല്ലെങ്കിൽ പരിശോധിച്ചതും അതേ വിഷയം തന്നെയാണ്. നിയമ നടപടികൾക്കപ്പുറം, നിയമവ്യവസ്ഥകൾക്കപ്പുറത്തേക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആചാരങ്ങൾ, അത് കാലങ്ങളായി തുടരുന്ന ആചാരങ്ങൾ പാലിക്കേണ്ടതായിരുന്നു എന്നൊരു നിരീക്ഷണം കോടതി നടത്തി. അതിനും അപ്പുറത്തേക്ക് വിമർശനം സുപ്രീം കോടതി നടത്തുന്ന ദേവസ്വം ബോർഡിനെതിരെ ഉണ്ടായിട്ടുള്ളത് തിരക്ക് നിയന്ത്രിക്കാൻ എന്ന പേരിൽ പൂജ മാറ്റുന്നതിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കോടതി വിമർശിച്ചിട്ടുള്ളത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ പേരിൽ ആരാധനാമൂർത്തിയുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്നാണ് വിമർശനം ദേവസ്വം ഹൈക്കോടതിയിലും സൂചിപ്പിച്ചത്. ഈ ദർശന തരത്തിലൊരു മാറ്റം വരുത്തിയത് എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടിയത്. ആ വാദത്തെയാണ് കോടതി വിമർശിച്ചത്. അതേസമയം ഈ നോട്ടീസ് എത്ര ദിവസത്തിനകം നോട്ടീസിൽ മറുപടി നൽകണമെന്ന കാര്യം ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി? ഇനി നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത് കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണങ്ങളാണ്. ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു മറുപടി നൽകാൻ ദേവസ്വം ബോർഡിനോട് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇന്നിപ്പോൾ ഈ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഒന്ന്, തിരക്ക് നിയന്ത്രിക്കാൻ ഇത്തരത്തിൽ ആരാധനാമൂർത്തിയുടെ അവകാശം കവർന്നെടുക്കേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ളവ സുപ്രീം കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശങ്ങളാണ്, ആ നിരീക്ഷണങ്ങളാണ്. അതിന്മേൽ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്താണ്, ദേവസ്വം ബോർഡിന്റെ വാദം എന്താണ് എന്നുള്ളത് അറിയിക്കുന്നതിനാണ് ദേവസ്വം ബോർഡിന് സമർപ്പിക്കാൻ, അല്ലെങ്കിൽ കോടതിയിൽ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ളത്. ആ നോട്ടീസിന്മേൽ സുപ്രീം കോടതി ഏത് തരത്തിലുള്ള നിലപാടുകളായിരിക്കും മുൻപോട്ട് വയ്ക്കുക എന്നുള്ളത് ഏറെ നിർണായകമാകും. കാരണം ഇതിനോടകം തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിമർശനം ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. അതായത് ഈ ഉദയാസ്തമന പൂജ മാറ്റിവെക്കൽ
സുപ്രീം കോടതിക്ക് അല്ലെ ക്ഷമിക്കണം ഹൈക്കോടതിക്ക് മുൻപിൽ ദേവസ്വം ബോർഡ് മുൻപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്നുള്ളത് ഏകാദശി ദിനത്തിൽ പൂജ നടത്തുകയാണെങ്കിൽ അത് തിരക്കുള്ള ദിവസം ജിഷ്ണുവിലേക്ക് വരാം. ആനന്ദ് പുത്തൂർ കൂടി ചേരുന്നുണ്ട് ഗുരുവായൂരിൽ നിന്ന്. ആനന്ദ, ഇന്ന് ഏകാദശി ദിവസമാണ്. അവിടെ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് ഉണ്ട് ഈ ദിവസം. ഭക്തർക്കൊരു പക്ഷേ വലിയ ആശ്വാസമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു പരാമർശവും ഒപ്പം നടപടിയും. ഈ ദേവസ്വം ബോർഡ് നോട്ടീസ് അയച്ചുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങളുമൊക്കെയും എങ്ങനെയാണ് ഭക്തർ പ്രതികരിക്കുന്നത്? ഒപ്പം ദേവസ്വം ബോർഡിൻ്റെയും നിലപാടെന്താണ്? വീണ, എന്തായാലും അല്പസമയം മുമ്പ് ക്ഷേത്രരക്ഷാ സമിതിയുടെ അംഗങ്ങൾ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഒരു വിഭാഗമാണ് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സുപ്രീം കോടതിയുടെ ഒരു പരാമർശത്തിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് തന്നെയാണ് അവരുടെ ആദ്യത്തെ പ്രതികരണം. മാത്രമല്ല, ആചാരവിരുദ്ധമായ നടപടികൾ കൈക്കൊണ്ട ദേവസ്വത്തിന്റെയും ഈ തന്ത്രിയുടെയും നടപടികൾക്കേറ്റ ഒരു തിരിച്ചടിയാണിതെന്നും ജനൻ ടിവിയുടെ അല്പസമയം മുമ്പ് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നൂറ്റാണ്ടുകളായി തുടർന്നു വന്നുകൊണ്ടിരുന്ന ഈ ഒരു ആചാരം നിലനിൽക്കുന്നതിന് സാധ്യതമായിട്ടുള്ള എല്ലാ വിധികളും കോടതിയുടെ ഭാഗത്തുനിന്ന് വരും കാലങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അല്പസമയം മുമ്പ് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശം ക്ഷേത്രരക്ഷാ സമിതി നൽകിയിരുന്നു. മാത്രമല്ല, BJPയുടെ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. BJP പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, BJPക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിധിയിൽ വളരെ സന്തോഷമുണ്ടെന്ന് തന്നെയാണ്. കാരണം ഈ ഉദയാസ്തമന പൂജ ഇല്ലാത്ത ഒരു ഏകാദശിയാണ്, നൂറ്റാണ്ടുകൾക്ക് ശേഷം അത്തരത്തിൽ ഉദയാസ്തമന പൂജ ഇല്ലാത്ത ഒരു ഏകാദശിയാണ് ഈ നടക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും ആളുകൾക്ക് ഈ റോഡിൽ ഈ വെയിലത്ത് ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എന്ത് വ്യത്യാസമാണ് ഇതിലുള്ളത് എന്ന് തന്നെയാണ് BJP ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ദേവസ്വം ബോർഡിന്റെ പിടിപ്പികേടാണ് ഇത്തരത്തിൽ ആളുകൾക്ക് ഈ വെയിലത്ത് ക്യൂ നിൽക്കേണ്ട ഒരു ഗതിയിലേക്ക് എത്തിയത്. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ ഉദയാസ്തമന പൂജ മാറ്റിയത്. പക്ഷേ മാറ്റിയിട്ട് പോലും ഈ ഭക്തജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നേട്ടമാണ് ഉള്ളത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ആ ചോദ്യവും തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളും. കാരണം ഈ ഉദയാസ്തമന പൂജ നടത്തുകയാണെങ്കിൽ ഈ ഭക്തജനങ്ങളുടെ ഈ തിരക്ക് മാനിച്ചുകൊണ്ട് അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലേക്ക് നടത്തുന്നതിന് വേണ്ടിയാണെന്നാണ് ഒരു വാദവുമായാണ് ദേവസ്വം ഇത്തരത്തിൽ ഈ ഉദയാസ്തമന പൂജ മാറ്റാനുള്ള ഒരു തീരുമാനമെടുത്തത്. തന്ത്രിയും അതിനോട് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് പിന്നീട് സ്വീകരിക്കുകയായിരുന്നു. ഈ ഒരു ചോദ്യം ഇപ്പോൾ അവശേഷിക്കുന്നത് ക്ഷേത്രത്തിലെ തിരക്കിന് യാതൊരു കുറവുമില്ല, ഭക്തജനങ്ങൾക്ക് വഴി നീളെ ക്യൂ നിൽക്കേണ്ട അവസ്ഥ തന്നെയാണുള്ളത്. പിന്നെ എന്താണ് വ്യത്യാസം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ദേവചൈതന്യം നഷ്ടപ്പെടുത്താനുള്ള വഴികളാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നതെന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ നേരത്തെ അടക്കം ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ എന്തായാലും ഈ സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തിൽ വളരെ സന്തോഷത്തിലും വളരെ സമാധാനത്തിലുമാണ് ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റെല്ലാവരും. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി, അതായത് നൂറ്റാണ്ടുകളായി തുടർന്നു വന്നുകൊണ്ടിരുന്ന ഈ ഉദയാസ്തമന പൂജ ഇനിയും അടുത്ത തവണ തൊട്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ആചരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ക്ഷേത്ര വിശ്വാസികളും പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയപ്പോൾ തന്നെ, അതായത് തന്ത്രിയും ദേവസ്വം ബോർഡും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നിരുന്നത്. പ്രത്യേകിച്ച് തന്ത്രി കുടുംബാംഗങ്ങൾക്ക് തന്നെ ഹൈക്കോടതിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. തന്ത്രി കുടുംബാംഗങ്ങൾ 9 പേരാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിച്ചത്. ഹൈക്കോടതി പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയില്ലെന്നും ഈ ദേവസ്വം ബോർഡിന്റെയും തന്ത്രിയുടെയും തീരുമാനത്തിൽ ഇടപെടാനാകില്ല എന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. പക്ഷേ ഈ തന്ത്രി കുടുംബാംഗങ്ങൾ ഈ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നു. ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടതായിരുന്നു, അതായത് ആ ആചാരം സംരക്ഷിക്കേണ്ടതായിരുന്നു, ഉദയാസ്തമന പൂജ നടത്തേണ്ടതായിരുന്നു എന്നുള്ള തരത്തിലാണ് സുപ്രീം കോടതിയുടെ ഒരു പരാമർശം വന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡിന് നോട്ടീസും അയച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്കറിയാം ഈ ഏതാണ്ട് 700-അധികം വർഷമായി ഇത്തരത്തിൽ നടത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു പൂജ, ഈ ഒരു ആചാരം ചിർളയം കോവിലകമാണ് ഇത് പണ്ട് കാലത്ത് നടത്തിയിരുന്നത്. പിന്നീട് 1971 ഇത് ദേവസ്വത്തിന് കൈമാറുന്നത്. ആ കൈമാറുമ്പോൾ തന്നെ ചിർളയം കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ ഇളമുറക്കാരൻ, ഏറ്റവും മുതിർന്ന അംഗം നമ്മളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അതായത് ജനൻ ടിവിയോട് പറഞ്ഞത്, ഞങ്ങൾ അത്തരത്തിൽ അത് കൈമാറുമ്പോൾ തന്നെ ധാരണയിൽ വാക്കാൽ ദേവസ്വം ബോർഡിനോട് അത്തരത്തിലുള്ള എല്ലാ ആചാരങ്ങളും തുറന്നുകൊണ്ട് പോകണം എന്ന് അറിയിച്ചുള്ളായിരുന്നു. പക്ഷെ ആ ഒരു തീരുമാനത്തിന് ദേവസ്വം ബോർഡ് വിഘ്നം വരുത്തിയിരിക്കുന്നു. അതിൽ വലിയ പ്രതിഷേധം ചിർളയം കൊട്ടാരത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, ഹൈക്കോടതിയിൽ ഹർജിയിൽ കക്ഷി ചേരുകയും ചെയ്തിരുന്നു. അവർ മാത്രമല്ല, ഓദിക്കന്മാർ, പ്രത്യേകിച്ച് ഈ ഓദിക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജാ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനികളാണ്. 4 കുടുംബങ്ങളാണ് അത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓദിക്കന്മാരായിട്ടുള്ളത്. ഈ ഓദിക്കന്മാരും ഈ ഉദയാസ്തമന പൂജയിലെ 21ഓളം ചടങ്ങുകളാണുള്ളത്. അതിൽ 18 ചടങ്ങുകളും ചെയ്യുന്നത് ഈ ഓദിക്കന്മാരാണ്. മാത്രമല്ല, മറ്റ് പ്രധാനപ്പെട്ട പൂജകളെല്ലാം ഓദിക്കന്മാർ കൃത്യമായിട്ടുള്ള ഒരു കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഓദിക്കന്മാരടക്കം ഈ കേസിൽ ഹൈക്കോടതിയിൽ കക്ഷി ചേർന്നിരിക്കുന്നു. എന്തായാലും ഒരു ഭാഗത്ത് തന്ത്രിയും ദേവസ്വം ബോർഡാണെങ്കിൽ മറുഭാഗത്ത് എല്ലാ വിശ്വാസികളും, എല്ലാ ഹൈന്ദവ സംഘടനകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാരം അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അണിനിരന്നിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ പരമോന്നത കോടതി അനുകൂലമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നതിൽ പൊതുവെ ഭക്തജനങ്ങൾക്ക് വളരെ സന്തോഷം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഈ ഏകാദശി ദിനത്തിൽ തന്നെ, ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനം, മാത്രമല്ല അർജുനന് ഗീത ഉപദേശിച്ച ദിനം,
എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു സുദിനത്തിൽ തന്നെ ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടായതിൽ പൊതുവെ എല്ലാവർക്കും സന്തോഷം തന്നെയാണുള്ളത്. വീണ, ആനന്ദ്, ഈ ഉദയാസ്തമന പൂജ സംബന്ധിച്ച ഒരു ഹർജി ഇന്ന് പരിഗണിക്കുമ്പോൾ അത് ഈ ഏകാദശി ദിവസം പരിഗണിച്ചതിൻ്റെ ചില പ്രതിഷേധങ്ങൾ ഇപ്പോൾ VHPയുടെ ഭാഗത്തു നിന്നൊക്കെയും നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുൻപ് ഒരു പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ട് കോടതി എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിരുന്നുവെങ്കിൽ, ഈ പൂജകൾ അതേപടി തുടരേണ്ടതാണ് എന്നൊരു പരാമർശം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് നടക്കുമായിരുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ പൂജകൾ അതേപടി തുടരേണ്ടതാണ് എന്നൊരു പരാമർശം കോടതിയിൽ നിന്ന് ഇന്നേ ദിവസമെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഇത്തരം ചില പരാമർശങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. മുന്നോട്ട് അവരെങ്ങനെയാണ് ഈ നടക്കാൻ പോകുന്ന വാദത്തെ, ഇനി ഇതൊരു വിധിന്യായം ഉണ്ടാകേണ്ടതുണ്ടല്ലോ, ഈ ദേവസ്വം ഭരണസമിതിയിൽ നിന്ന് നോട്ടീസിൻ്റെ മറുപടിയൊക്കെ ലഭിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അത്തരമുള്ള വാദമൊക്കെ നടക്കുക. അതിനെ അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും. എന്തായാലും വീണ, അല്പ മുൻപ് ഈ ഒരു വിധി സംഭവിച്ചിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നന്നായനെ എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. പക്ഷേ നമുക്കറിയാം, കേസ് സുപ്രീം കോടതിയിലേക്ക് എത്താൻ സമയം വൈകിയിരുന്നു. ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മേൽക്കോടതി സമീപിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനകം തന്നെ തന്ത്രി കുടുംബാംഗങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയം മേൽക്കോടതിയിൽ എത്തിച്ചിട്ടുള്ളത്. സുപ്രീം കോടതി ഈ വിഷയം വളരെ പെട്ടെന്ന് തന്നെ ടേക്കപ്പ് ചെയ്തു എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ അത്തരത്തിലൊരു വിധി പരാമർശമല്ല, ഒരു പരാമർശം, അനുകൂലമായിട്ടുള്ള ഒരു പരാമർശം എന്താണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ദേവസ്വം ബോർഡിനെ ഈ നോട്ടീസ് കൈപ്പറ്റിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ തുടരുമായിരിക്കും. നേരത്തെ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന അതേ വാദങ്ങൾ തന്നെയായിരിക്കും തുടരുക. പ്രത്യേകിച്ച് ഇതൊരു ആചാരമല്ല, വഴിപാടിന്റെ ഭാഗം മാത്രമാണെന്നായിരുന്നു ദേവസ്വത്തിന്റെ വാദം. അത് തന്നെയായിരുന്നു, ആ വാദത്തിനെ ഏതാണ്ട് അനുകൂലിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു തന്ത്രിയുടെയും. ദേവസ്വം നടത്തുന്ന ഒരു ചുറ്റുവിളക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ചുറ്റുവിളക്കല്ല, ദേവസ്വം നടത്തുന്ന ഒരു വഴിപാട് മാത്രമാണ് ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ. ആ വഴിപാട് ഈ ഭക്തരുടെ തിരക്ക് കാരണം തൊട്ട് മുൻപത്തെ മാസത്തിലേക്ക് മാറ്റി എന്നുള്ള വളരെ നിസ്സാരമായിക്കൊണ്ട് തന്നെ ഏതാണ്ട് നൂറ്റാണ്ടുകളോളം നടന്നിരുന്ന ഒരു പൂജ മാറ്റുന്നതിൽ ദേവസ്വം നിലപാടെടുത്തത്. പക്ഷെ അതങ്ങനെയല്ല, അതൊരു വഴിപാടല്ല. ഉദയാസ്തമന പൂജ, ഏകാദശി ദിനത്തിൽ നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ വഴിപാടല്ല, അതൊരു ആചാരമാണ് എന്നായിരുന്നു തന്ത്രി കുടുംബാംഗങ്ങളുടെ വാദം. അത്തരത്തിൽ മാറ്റാൻ പറ്റുന്നതല്ല. ഇനി അങ്ങനെ ഇത്തരത്തിലുള്ള ഈ ആചാരം മാറ്റണമെങ്കിൽ നവീകരണ കലശം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തിക്കൊണ്ട് അതിനുശേഷം മാത്രമേ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്ന് തന്നെയായിരുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാണിപ്പയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് അടക്കമുള്ള ആചാര്യന്മാരുടെ, ജ്ഞാനികളുടെ ഒരു അഭിപ്രായം. അപ്പോൾ ഒറ്റരാശ പ്രശ്നം വെച്ചുകൊണ്ടോ ദേവഹിതം വെച്ചുകൊണ്ടോ ഒന്നും ഇത്തരത്തിലൊരു പൂജ മാറ്റാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് തന്ത്രി കുടുംബാംഗങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാര്യന്മാരും എല്ലാം വ്യക്തമാക്കുന്നത്. പക്ഷേ അതൊരു ആചാരമല്ല, അതൊരു കേവലം വഴിപാട് മാത്രമാണെന്നായിരുന്നു മറുവാദം. ഇതേ വാദങ്ങൾ തന്നെയായിരിക്കും സുപ്രീം കോടതിയിൽ വീണ്ടും തുടരാനുള്ള ഒരു സാധ്യത. അനുകൂലമായിട്ടുള്ള ഒരു വിധി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ തന്ത്രി കുടുംബാംഗങ്ങളും ഭക്തരും. ജിഷ്ണുവിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. ജിഷ്ണു, ഈ വിധി അല്ലെങ്കിൽ ഈ പരാമർശങ്ങൾ വന്നതിന് ശേഷം സമ്മിശ്ര അഭിപ്രായങ്ങൾ, ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉയരുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഈ ആചാരങ്ങൾ, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരങ്ങൾ അതേപടി അങ്ങ് മാറ്റുന്നതിനുള്ള എതിർപ്പല്ല, പക്ഷേ അത് മാറ്റുമ്പോൾ കൃത്യമായി ദേവപ്രശ്നങ്ങൾ അല്ലെങ്കിൽ യഥാവിധി പരിഗണിച്ച് മാത്രമേ കാര്യങ്ങൾ നടത്തി മാത്രമേ മാറ്റാൻ പാടുകയുള്ളൂ എന്ന് ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നൊക്കെയും പ്രതികരണം ഉണ്ടാകുന്നു. അതേസമയം കോടതി ഇടപെടേണ്ട ഘട്ടത്തിലേക്ക് വരെ ഇത്തരം ആചാരങ്ങളെ കൊണ്ട് എത്തിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് VHPയുടെ അഭിപ്രായത്തിലേക്കും വരുന്നത്. ഇതൊക്കെയും കണക്കിലെടുക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഈ നൂറ്റാണ്ടുകളായി ക്ഷേത്രാചാരങ്ങൾ തുടരുന്ന ക്ഷേത്രാചാരങ്ങളിൽ മാറ്റം വരുത്തുന്നത് അല്ലെങ്കിൽ ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നത് തുടർച്ചയായി കേരളത്തിൽ ഇതിങ്ങനെ പലയിടങ്ങളിലായി വിവിധ ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഈ ഒരു കേസ് ഇതിനൊക്കെയും ഒരു റഫറൻസ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇത്തരം കേസുകളൊക്കെ കോടതിയിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ ഇനി പരിഗണിക്കപ്പെടണം എന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കേസായി കൂടി ഇത് പരിഗണിക്കാനുള്ള സാധ്യത നിയമവശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ജിഷ്ണു? വീണ, തീർച്ചയായും കേസിന്റെ അന്തിമ വിധി എന്തായിരിക്കും എന്നുള്ളത് ഈ ക്ഷേത്ര ആചാരങ്ങൾ സംബന്ധിച്ച് ഏറെ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേസിന്റെ വിശദമായ വാദം നൽകുമ്പോൾ അന്തിമ വിധിയിലേക്ക് എത്തുമ്പോൾ ഈ കേസിൽ ഗുരുവായൂർ ദേവസ്വത്തിന് കൈപ്പൊള്ളുമോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എടുത്തു നോക്കേണ്ട കാര്യം. കാരണം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വിശദമാക്കിയിരുന്ന ന്യായങ്ങളെ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വിമർശിക്കുന്ന സമീപനമാണ് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത്. വീണ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കാലങ്ങളായി തുടരുന്ന ആചാരം അത് തുടരേണ്ടതായിരുന്നു. ഇന്നത് മുടങ്ങിയ സാഹചര്യത്തിലാണ് കോടതി അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നേരത്തെ സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് എത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് കേസ് എത്തുന്നത്. കേസ് പഠിക്കാനുള്ള സമയം പരിഗണിച്ചുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയും ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ കോടതി ആദ്യം ചോദിച്ച ചോദ്യവും കാലങ്ങളായി തുടരുന്ന ഈ ഒരു ആചാരം അത് തുടരേണ്ടതായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത്. ആചാരങ്ങളുമായി ബന്ധപ്പെട്ട്
തീർച്ചയായും ഈ കോടതി നടക്കുന്ന വിശദമായ വാദവും ഒപ്പം ഈ കേസിന്റെ ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ അന്തിമ വിധിയും ഏറെ നിർണായകമാകും. അത് മറ്റ് കേസുകളിലും റെഫറൻസ് ആകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ വീണ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം എന്നുള്ളത്, കേരളത്തിൽ നിന്നാണ് ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭൂമി തർക്കമോ അല്ലെങ്കിൽ മറ്റ് തർക്കങ്ങൾക്കപ്പുറത്തേക്ക് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിലേക്ക് നേരത്തെ നമുക്കറിയാം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കോടതിയിലേക്ക് പോലും പോകേണ്ട അവസ്ഥ തന്ത്രി കുടുംബത്തിനും വിശ്വാസികൾക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും സങ്കടകരമായ വസ്തുത. ഇതിൽ ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്, തന്ത്രി കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിലും തന്ത്രി കുടുംബം ചൂണ്ടിക്കാണിച്ചത് നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരങ്ങൾ മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതല്ല. ഇക്കാര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരങ്ങളുണ്ട്, അതിൽ കാലാനുസൃതമായി ദൈവഹിതത്തിനനുസരിച്ച് മാറ്റം വരുത്തിയ ആചാരങ്ങളുണ്ട്. പക്ഷേ അതിൽ മാറ്റം വരുത്തേണ്ടതിന് ചില വിധിക്രമങ്ങളുണ്ട്. ഗുരുവായൂരിൽ ഇത്തരത്തിലുള്ള പൂജകളിൽ മാറ്റം വരുത്തണമെങ്കിൽ അഷ്ടമംഗല്യ പ്രശ്നം വെക്കേണ്ടതുണ്ട്. ശേഷം ആചാര്യന്മാരാണ് അത്തരത്തിൽ പൂജ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന തീരുമാനം കൈക്കൊള്ളേണ്ടത്. അത്തരത്തിൽ അഷ്ടമംഗല്യ പ്രശ്നം നടത്താതെ ആചാര്യന്മാരുടെ കൂടിയാലോചനകളില്ലാതെ തന്ത്രിയുടെ അഭിപ്രായം പരിശോധിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ ഉദയാസ്തമന പൂജ മാറ്റിവെച്ചു എന്നുള്ളതാണ് ഈ തന്ത്രി കുടുംബം സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ ഒരു വാദം. അതിനപ്പുറത്തേക്ക് അതിന് സപ്പോർട്ടിംഗ് ആയി നൽകുന്നത് ഇത്തരത്തിൽ അഷ്ടമംഗല്യ പ്രശ്നം വെക്കാതെ പൂജകളിൽ മാറ്റം വരുത്തിയത് അത് ആചാര ലംഘനമാണ്, അത് ഗുരുവായൂരിലെ ദേവഹിതത്തിനെതിരാണ്, അത് ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ബാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് തന്ത്രി കുടുംബം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഭക്തസമൂഹം പൊതുസമൂഹത്തിന് മുൻപിലും ഒപ്പം ദേവസ്വം ബോർഡിനോടും ഉന്നയിക്കുന്ന ചോദ്യങ്ങളും ഇത് തന്നെയാണ്. ഇത്തരത്തിൽ കാലങ്ങളായി ക്ഷേത്രത്തിന്റെ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾക്കനുസരിച്ച് തുടർന്നു വന്ന ഒരു പൂജ ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് എന്നൊരു വാദം മുൻപോട്ട് വെച്ച് എന്തിനാണ് മാറ്റിയത്, അത്തരത്തിലുള്ള ആചാരങ്ങളിൽ എന്തിനാണ് ദേവസ്വം ബോർഡ് അനാവശ്യമായി കൈകടത്തുന്നത് എന്ന ചോദ്യമാണ് ഭക്തസമൂഹം ദേവസ്വം ബോർഡിനോട് ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ കോടതിയിലുള്ള വിശദമായ വാദം ഏതായാലും ഏറെ നിർണായകമാകും. ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിന് സമാനമായി ഭക്തരുടെ തിരക്ക് തന്നെയായിരിക്കുമോ, തന്ത്രിയുടെ അഭിപ്രായം പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനമെടുത്തതെന്നും ഭക്തരുടെ തിരക്കാണ് അതിന് പ്രധാന കാരണമെന്നുമുള്ള വാദം തന്നെയായിരിക്കുമോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ എഴുതി ചേർക്കുക എന്നാണ് നോക്കിക്കാണേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ നിർണായകമായ വാദഗതികൾ, നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. തന്ത്രി കുടുംബം ആവർത്തിച്ച് കോടതിയിൽ ഉന്നയിച്ചൊരു വസ്തുത എന്നുള്ളത് ഈ ആചാരങ്ങൾ മാറ്റുന്നതിന്, പൂജകൾ മാറ്റുന്നതിന് അതിൻ്റെതായ വിധിക്രമങ്ങളുണ്ട്, അത് പാലിക്കാതെയാണ് ഉദയാസ്തമന പൂജ ഇന്ന് നടക്കേണ്ടിയിരുന്ന വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റിയത് എന്നുള്ളതാണ് തന്ത്രി കുടുംബം വ്യക്തമാക്കുന്നത്. ശരി ജിഷ്ണു, ഏതായാലും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ സംബന്ധിച്ച ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ദേവസ്വം ഭരണസമിതിക്ക് നോട്ടീസ് അയച്ചു.